എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുതനത്തിൽ കുടുംബ ട്രസ്റ്റിൻ്റെ 26ാമത് വാർഷിക സമ്മേളനം വിവിധ പരിപാടികളോടെ മഞ്ഞപ്ര മാർ സ്ലീബ പള്ളിയിൽ നടത്തി. മഞ്ഞപ്ര നാടിൻ്റെ നൊമ്പരമായി സ്വാതന്ത്ര്യസമര സേനാനി മേക്കാടൻ പൗലോയുടെ വേർപാട്. മുക്കന്നൂർ ഫൊറോന തല വിശ്വാസികളുടെ കൂട്ടായ്മ നടത്തി. വാർത്തകൾ വിശദമായി. മഞ്ഞപ്ര തിരുദിനത്തിൽ കുടുംബ ട്രസ്റ്റിൻ്റെ 26ാമത് വാർഷിക പൊതുസമ്മേളനം വിവിധ പരിപാടികളോടെ മഞ്ഞപ്ര മാർ സ്ലീബ ഫൊറോന പള്ളിയിൽ നടത്തി. കുടുംബാംഗം ഫാദർ അഖിൽ തിരുദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പോൾ തിരുദിനത്തിൽ, ഫാദർ പീറ്റർ തിരുദിനത്തിൽ, ഫാദർ സിജോ തിരുദിനത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് സെമിത്തേരിയിൽ മരിച്ച കുടുംബാംഗങ്ങൾക്കായി അനുസ്മരണ പ്രാർത്ഥനയും നടത്തി. പാരിഷ് ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം മഞ്ഞപ്ര ഫൊറോന വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് പൊട്ടക്കൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ടി.പി. ജോസ് അധ്യക്ഷത വഹിച്ചു. ബിജോ ജോസഫ്, ടി.എം. ഔസേപ്പ്, ടി.പി. ബേബി, ജെറാദ് ജോർജ്, ലിസി പൈസ്, സിസ്റ്റർ ദീപ്തി മരിയ, സിസ്റ്റർ മേരി ജോസ്, സിസ്റ്റർ നയോമി എന്നിവർ പ്രസംഗിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, കലാപരിപാടികൾ, കൂപ്പൺ നറുക്കെടുപ്പ്, സമ്മാന വിതരണം, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരുന്നു. മഞ്ഞപ്ര സ്വാതന്ത്ര്യ സമര സേനാനി മഞ്ഞപ്ര മേരിഗിരി ഉഴുപ്പിള്ളി മേക്കാടൻ പൗലോയുടെ വേർപാട് മഞ്ഞപ്ര നാടിൻ്റെ നൊമ്പരമായി മാറി. വ്യാഴാഴ്ച രാവിലെ 8:30 സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ പൗലോ മകൻ റോയിയുടെ വസതിയിൽ വച്ച് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം മരണപ്പെട്ടത്. രാജ്യസ്നേഹത്തേക്കാൾ പരമാവധി ഒന്നുമില്ലെന്നാണ് പൗലോ ചേട്ടനെ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് അദ്ദേഹം കൊടുക്കുന്ന സാക്ഷ്യം. ഗാന്ധിജിയെ നേരിൽ കാണാൻ കഴിയാത്തത് ജീവിതത്തിൽ ബാക്കി വയ്ക്കുന്ന സങ്കടം അദ്ദേഹം മറ്റുള്ളവരുമായി പങ്കുവച്ചത്. ആദരാജ്ഞലികൾ അർപ്പിക്കുമ്പോൾ ചിലർ വിതുമ്പി പറയുന്നത് മറ്റുള്ളവരുടെ സങ്കടം അണപൊട്ടി ഒഴുകി. തൻ്റെ മകൾ സിസ്റ്റർ ലിറ്റിൽ തെരേസ പഠിപ്പിച്ചിരുന്ന കറുകുറ്റി സെൻറ്റ് ജോസഫ് സ്കൂളിൽ 3 തവണ ദേശീയപതാക ഉയർത്താൻ ഭാഗ്യം ലഭിച്ചത് ജീവിതത്തിൽ ഏറ്റവും അഭിമാനമുണർത്തുന്ന മുഹൂർത്തമായി കണ്ട വ്യക്തിത്വമാണ് അദ്ദേഹം. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മുതൽ നാടിൻ്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പൗലോയെ മഞ്ഞപ്രയിലെ നാട്ടുകാരും പൊതുസമൂഹവും ഹൃദയത്തിൽ ഏറ്റിയിരുന്നു. കുട്ടിക്കാലത്ത് സ്കൂളിൽ കയറാതെ സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങിയതിൻ്റെ പേരിൽ അധ്യാപകരിൽ നിന്നും കിട്ടിയ കടുത്ത ശിക്ഷയും അപ്പൂപ്പൻ്റെ ശകാരവും പോലീസിനെ പേടിച്ച് ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞതും എല്ലാം അദ്ദേഹത്തെ നേരിൽ അറിയാവുന്നവരും പറഞ്ഞു കേട്ടവരും എല്ലാം നിറകണ്ണുകളോടെ പരസ്പരം പറയുന്നത് എല്ലാവരെയും കൂടുതൽ സങ്കടക്കടലിലാക്കി മാറ്റി. കൊടിപിടിച്ച് മുദ്രാവാക്യം വിളിച്ച് ജാഥകളിൽ സജീവമായിരുന്നു പൗലോ ചേട്ടൻ. ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 കിറ്റ് ദിനത്തിലും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിലും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മേക്കാടൻ വീട്ടിൽ പൗലോയെ ഷാൽ അണിയിച്ചതും ഉപകാരം നൽകിയതും തുടർച്ചയായി ആദരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. പരേതൻ്റെ ദേഹവിയോഗത്തിൽ ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം അനുശോചനം അറിയിച്ചു. മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വിവിധ തുറകളിൽപ്പെട്ടവരും സമീപ പ്രദേശങ്ങളിൽ നിന്ന് വരെ സ്ത്രീകളും കുട്ടികളും ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന അനേകം പേരാണ് പൗലോ ചേട്ടന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും ശവസംസ്കാര ശുശ്രൂഷയിലും മറ്റും പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. വൈദികർ, കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര തന്നെ പ്രത്യക്ഷപ്പെട്ടു. മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മഞ്ഞപ്ര മേരിഗിരി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മുക്കന്നൂർ ഏകീകൃത കുർബാന സഭാനുകൂലികളുടെ മുക്കന്നൂർ ഫൊറോന തല വിശ്വാസി കൂട്ടായ്മ കാളാമ്പറമ്പൻ ഹാളിൽ നടത്തി. അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനയുടെ സമവായ കുർബാന ഫോർമുല അനുവദിക്കുകയില്ലെന്നും ഒരേ ബലിപീഠത്തിൽ സഭയുടെ സത്യകുർബാനയും ശിശ്മ കുർബാന എന്നിവ അർപ്പിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
സഭ സിനഡ് അംഗീകരിച്ച് മാർപ്പാപ്പ ഒപ്പുവച്ചതുമായ ഏകീകൃത വിശുദ്ധ കുർബാന മറ്റു രൂപതകളിലെ പോലെ മേജർ അതിരൂപതയിലും സമ്പൂർണ്ണമായി നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് അനങ്ങാപ്പാറ നയം വെടിയണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഫാദർ വിൻസെൻ്റ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലിജോയ് പാലാട്ടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, ചെറിയാൻ കവലയ്ക്കൽ, ഡോക്ടർ എം ബി ജോർജ്, ടോം ജോസഫ്, സേവ്യർ മാടവന, ജോസ് പാറേക്കാട്ടിൽ, ആൻ്റണി പുതുശ്ശേരി, ഷൈജൻ തോമസ്, ഷിജു സെബാസ്റ്റ്യൻ, കെ ഡി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു.